ശബരിമല വിഷയവുമായിക്കൊണ്ട് NSSൻ്റെ ജനറൽ സെക്രട്ടറി അന്നിരുന്ന അയ്യപ്പ സംഗമവും യുവതീ പ്രവേശനവുമായിട്ട് വളരെ അനുകൂല സാഹചര്യത്തിൽ അന്ന് നിലപാടെടുത്തിരുന്നു. എല്ലാ വിശ്വാസികളും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ തിരിച്ച് LDF സർക്കാരിന് വേണ്ടി NSSൻ്റെ ജനറൽ സെക്രട്ടറി വളരെ നിരുത്തരവാദപരമായ രീതിയിൽ തൻ്റേതായ തന്നിഷ്ടം പോലെ തന്നെ പ്രവർത്തിക്കും, അവരുടെ വേണ്ടി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയും ഉള്ള ഒരു നിലപാടുണ്ടായി. അതിൽ പ്രതിഷേധിച്ച് കരയോഗം അംഗം എന്ന നിലയിലും ശബരിമല കർമ്മസമിതിയുടെ ഉത്തരവാദിത്തത്തിൽ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ ഇതിൽ വളരെ ശക്തമായി ഈ പ്രവൃത്തിയെ പ്രതിഷേധിക്കുന്നു. നിങ്ങളാണ് ഇവിടെ ഫ്ലെക്സ് ബോർഡൊക്കെ സ്ഥാപിച്ചത് ഞങ്ങളാണ് സ്ഥാപിച്ചത്. ഇതുപോലെ പല NSS കരയോഗങ്ങളിലും അംഗങ്ങളൊക്കെ തമ്മിൽ വളരെ വലിയ പ്രതിഷേധമൊക്കെ ഉയരുകയാണ്, നമ്മൾ കാണുന്നതാണ്. അപ്പം എന്താണ് നിങ്ങളുടെ അടുത്ത തീരുമാനമൊക്കെ എന്താണ്? ഞങ്ങളുടെ അടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കരയോഗം കമ്മിറ്റിയുടെ തീരുമാനത്തിന് അനുസൃതമായിട്ടായിരിക്കും ഞങ്ങളുടെ തീരുമാനം. പിന്നെ ഞങ്ങൾ ഇന്നലെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് ഉയർത്തിയത്. അയ്യപ്പ ഭക്തൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അതുപോലെ വേദനിക്കുന്ന നിമിഷങ്ങളാണ് ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ചത്. പൂർണ്ണ അയ്യപ്പ ഭക്തൻ എന്നുള്ള രീതിയിൽ രാത്രിയുടെ യാമങ്ങളിൽ പിണറായി സ്വന്തം ഭണ്ഡാരക്കുറ്റികളെ കറുത്ത തുണിയിൽ പൊതിഞ്ഞ് സ്വന്തം കൂലിപ്പട്ടാളക്കാരെ കൊണ്ട് ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചു. അത് നമ്മൾ വേദനയോടെ കേരളം കണ്ടു നിന്നതല്ലേ. അത് നമുക്ക് അന്നേരം തന്നെ അസഹനീയമായി തോന്നി. അദ്ദേഹത്തിൻ്റെ സമീപനമാണ് ശരി എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന NSSൻ്റെ സുകുമാരൻ നായർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ ഈ ചേന്നാട് ദേവി വിലാസം 652 നമ്പർ കരയോഗത്തിലെ അംഗങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് ശക്തമായിട്ട് രേഖപ്പെടുത്തി. ഞങ്ങൾ വെറും സാധാരണക്കാരാണ്. ചാത്ത ഉണ്ണാനും മാസവരി അടയ്ക്കാനും മാത്രമായിട്ട് ജീവിക്കുന്ന വെറും സാധാരണക്കാരാണെന്ന് അദ്ദേഹം കണ്ടു. അതിൻ്റെ കുഴപ്പമാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വാക്കുകളിൽ. ഫ്ലെക്സ് കെട്ടിക്കോട്ടെ, കാശുള്ളവർ ഫ്ലെക്സ് കെട്ടും, അവർ കെട്ടിക്കോട്ടെ, പബ്ലിസിറ്റി ആകുമല്ലോ എന്നൊക്കെയുള്ളൊരു സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഞങ്ങളത് കാര്യമാക്കുന്നില്ല. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫ്ലെക്സ് കെട്ടിയതും പ്രതിഷേധിച്ചതും. ഞങ്ങൾ സാധാരണക്കാരൻ്റെ കൂടെയാണ്, സാധാരണക്കാരൻ്റെ ശബ്ദമാണ്, സാധാരണക്കാരൻ്റെ ചിന്താഗതിയാണ്. സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ നിലപാട് തിരുത്തി ഭക്തജനങ്ങൾക്കുണ്ടായ വേദനയും വിഷമവും പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.